തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ, പ്രശ്നങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ചക്കകത്ത് അന്വേഷണം നടത്തി പിന്നെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത്. അപ്പൊ മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇപ്പോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കൊടുത്ത് സർക്കാരിന്റെ അറിവോടുകൂടിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഒരു പരാതി, വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു പരാതി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും വി.എസ്. സുനിൽകുമാറിന്റെ ആവശ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളും ന്യായവുമാണ്. അന്വേഷണം നടക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിന് തന്റെ മൊഴി രേഖപ്പെടുത്തി? അന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെയല്ലേ ഉറപ്പ് നൽകിയത്? പിന്നെ അന്വേഷണത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അമൽ തേരമറമ്പിൽ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, വി.എസ്. സുനിൽകുമാർ ചോദിക്കുന്ന ചോദ്യം, അന്വേഷണമില്ലെങ്കിൽ പിന്നെ എന്തിന് തന്റെ മൊഴി രേഖപ്പെടുത്തി? അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞത് മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇനി അറിയേണ്ടത് അന്വേഷണം നടക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. അതിന് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ശരിക്കും അന്വേഷിക്കുന്നുണ്ടോ ഈ വിഷയം? സമീപകാലത്ത് ഈ പൂരം ഇതുപോലെ മോശം സംവിധാനത്തിൽ നടന്നിട്ടുള്ള ഒരു കാലമുണ്ടാകില്ല. അങ്ങനെ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നാലെ വലിയ തോതിലുള്ള വിമർശനം പോലീസിനും സംസ്ഥാന സർക്കാരിനും എല്ലാം കേൾക്കേണ്ടി വന്നു. ഏപ്രിൽ 21 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങിയ വാർത്താക്കുറിപ്പുണ്ട്. ആ വാർത്താക്കുറിപ്പിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം നടക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നത്. ADGP MR അജിത് കുമാറിന്, അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് നേതൃത്വത്തിൽ അന്വേഷണം എന്നുള്ളതായിരുന്നു ആ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല ാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. DGPയുടെ ഓഫീസിൽ നിന്നും അതോടൊപ്പം തന്നെ തൃശൂർ കമ്മീഷൻ ഓഫീസിൽ നിന്നുമെല്ലാം ലഭിക്കുന്ന വിവരം, തൃശൂർ പോലീസും എല്ലാം നൽകുന്ന വിവരം ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് അന്വേഷണ റിപ്പോർട്ടുകളൊന്നും നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വാർത്താക്കുറിപ്പ് ഇറങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് അന്വേഷണമൊന്നും ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നും CPI അടക്കമുള്ള അവിടെ പരാജയപ്പെട്ട CPIയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാർ അടക്കമുള്ളവരെ പറഞ്ഞു പറ്റിക്കുകയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ഒക്കെ ചെയ്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. പലതരത്തിലുള്ള അമല് പറഞ്ഞു, ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഇത്ര രീതിയിൽ മോശം സംവിധാനത്തിൽ പൂരം നടന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരാതികളിൽ പ്രതിസ്ഥാനത്ത് വരുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ADGP MR അജിത് കുമാർ. അദ്ദേഹത്തെ തന്നെ, അതായത് ആരെ പറ്റിയാണോ ആരോപണമുള്ളത് ആ ആരോപണ വിധേയൻ തന്നെ അന്വേഷിക്കുകയാണോ? അതായത് പൂരം അലങ്കോലപ്പെടുന്നതിന് കുറച്ചു കാലം മുൻപ് അവിടെ എത്തിയ RSSന്റെ ഒരു ക്യാമ്പിലെത്തിയ ദത്താത്രേയ ഹോസ്പിറ്റൽ, RSSന്റെ ദേശീയ തലത്തിലുള്ള തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അങ്ങനെ ദത്താത്രേയ ഹോസ്പിറ്റലുമായി കൂടിക്കാഴ്ച നടത്തിയ MR അജിത് കുമാർ, ആ കൂടിക്കാഴ്ച പോലും വലിയ ദുരൂഹത ഉള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ച നടത്തിയ MR അജിത് കുമാർ അതൊന്നും ഈ പൂരം അലങ്കോലപ്പെടുന്ന സമയത്തിന് പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമായിരുന്നില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് അജിത് കുമാറിന് തന്നെ അന്വേഷണ ചുമതല നൽകുന്നു. പക്ഷേ ഇതുവരെയുമായിട്ടും പൂരം അലങ്കോലപ്പെട്ട വിഷയം മുഖ്യമന്ത്രിയോടടക്കം വാർത്താസമ്മേളനങ്ങളിൽ നമ്മൾ നിരന്തരമായി ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളോട്, CPM നേതാക്കളോട് നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം അവരുടെ മറുപടി എന്ന് പറയുന്നത് അന്വേഷണം നടക്കുകയാണ്, റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണമേ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന CPI എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ അന്വേഷണം നേരിടുന്ന ഈ പൂരം കലക്കിയെന്ന് ഭരണപക്ഷത്തെ PV അൻവറിനെ പോലെ ഒരു MLA ആരോപണം ഉന്നയിക്കുന്ന ഒരാളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ഇപ്പോഴും നടക്കുന്നതെങ്കിൽ ഇതിനി റിപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ബന്ധപ്പെട്ട വിവരാവകാശ രേഖ സമർപ്പിക്കും, DGPക്ക് കത്ത് നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി, നേരത്തെ അമൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണല്ലോ വാർത്താക്കുറിപ്പിലൂടെ അന്വേഷണം നടക്കുമെന്ന് അറിയിച്ചത്, മറുപടി പറയേണ്ടി വരില്ലേ? സ്വാഭാവികമായും മറുപടി പറയേണ്ടി വരും. CPI കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എടുക്കുന്ന നിലപാടിനോട് വഴങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ CPMനും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. LDFൽ വലിയൊരു സമ്മർദ്ദ ശക്തിയായി കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് CPIക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ജനയുഗത്തിൽ വന്ന ഒരു ലേഖനം എന്ന് പറയുന്നത്. ആ ലേഖനം മുൻനിർത്തിയാവണമെന്നില്ല, പക്ഷേ എന്തായാലും DGPയുടെ ഒരു ശുപാർശ ഉണ്ടായിരുന്നു. ADGP MR കുമാറിനെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോകാം, വിജിലൻസ് അന്വേഷണമാകാം എന്നൊരു ശുപാർശ അതിന്നലെ വൈകുന്നേരം അംഗീകരിക്കുന്നു. പല കോണുകളിൽ നിന്നും വരുന്ന, പ്രത്യേകിച്ച് മുന്നണിക്കുള്ളിൽ നിന്നും RJDയും CPIയും അടക്കമെടുക്കുന്ന നിലപാടുകൾക്ക് മുന്നിൽ ഒരു അല്പമൊന്ന് വഴങ്ങേണ്ടി വരുന്നുണ്ട് സർക്കാർ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഈ വിഷയം കൂടിയാകുമ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു വിവരം പുറത്തേക്ക് വരുമ്പോൾ ആ തൃശ്ശൂരിലെ തോൽവിയുടെ ആഘാതത്തിൽ നിന്നും CPIയും LDFും ഒന്നും ഇതുവരെയും കരകയറിയിട്ടില്ല. അങ്ങനെ ഒരു എന്ത് പറ്റി, എന്തുകൊണ്ട് തോറ്റു എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയത് അതിൽ പ്രധാനപ്പെട്ട ഘടകമായി മാറി എന്നൊരു ചർച്ച വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.